അടുത്തിടെ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള ബി.ജെ.പി. സ്ഥാനാർത്ഥികളുടെ പട്ടികയ്ക്ക് ഡൽഹിയിൽ നടന്ന പാർട്ടിയുടെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി യോഗത്തിൽ ധാരണയായി. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളെ ആദ്യം പ്രഖ്യാപിച്ച് സജീവമാകാൻ ഒരുങ്ങുകയാണ് ബി.ജെ.പി. ഈ ആഴ്ച അവസാനമോ അടുത്തയാഴ്ച ആദ്യമോ ആദ്യ പട്ടിക പ്രഖ്യാപിക്കുമെന്നാണ് സൂചന. 50 മണ്ഡലങ്ങളിലെ ചർച്ചകൾ നേതൃത്വം പൂർത്തിയാക്കിയിട്ടുമുണ്ട്. ബി.ജെ.പി. മത്സരിക്കുന്ന ഭൂരിഭാഗം സീറ്റുകളിലും ബി.ജെ.പി. സ്ഥാനാർത്ഥികളെ തീരുമാനിച്ചു. 100-ൽ പരം സീറ്റുകളിലാണ് ബി.ജെ.പി. മത്സരിക്കുന്നത്. അതിൽ 85% സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ ധാരണയായെന്നാണ് വിവരം. 50ഓളം പേരുടെ ആദ്യഘട്ട പട്ടിക 4 ദിവസത്തിനകം പ്രഖ്യാപിച്ചേക്കും. വ്യാഴാഴ്ച വൈകിട്ട് പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലായിരുന്നു യോഗം. ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ, വി. മുരളീധരൻ, പി.കെ. കൃഷ്ണദാസ്, കുമ്മനം രാജശേഖരൻ, കെ. സുരേന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു. ബംഗാളിലെ സ്ഥാനാർത്ഥി പട്ടികയിലും ധാരണയായിട്ടുണ്ട്. സംസ്ഥാന നേതൃത്വത്തിന്റെ പട്ടികയിൽ കാര്യമായ മാറ്റം ബി.ജെ.പി. ദേശീയ നേതൃത്വം നിർദ്ദേശിച്ചിട്ടില്ല എന്നാണ് നേതാക്കൾ പറയുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എല്ലാ സീറ്റുകളിലും ഐക്യമുറപ്പിക്കാൻ നേതാക്കൾക്ക് ബി.ജെ.പി. കേന്ദ്ര നേതൃത്വം നിർദ്ദേശം നൽകിയിരുന്നു. ബി.ഡി.ജെ.എസ് അടക്കമുള്ള സഖ്യകക്ഷികളുടെ സീറ്റുകളിൽ ബി.ജെ.പിയുടെ പ്രവർത്തനം കാര്യക്ഷമമാക്കണമെന്നും നിർദ്ദേശമുയർന്നു. അമിത്ഷാ അടക്കം പങ്കെടുത്ത യോഗത്തിലാണ് നിർദ്ദേശം. വ്യാഴാഴ്ച നടന്ന യോഗത്തിൽ കേരള നേതൃത്വം നൽകിയത് 50 സ്ഥാനാർത്ഥികളുടെ പട്ടികയാണ്. ദേശീയ നേതൃത്വം കാര്യമായ മാറ്റം നിർദ്ദേശിച്ചിട്ടില്ല എന്നാണ് നേതാക്കൾ പറയുന്നത്. വട്ടിയൂർക്കാവിൽ മുൻ ഡി.ജി.പി. ആർ. ശ്രീലേഖ തന്നെ സ്ഥാനാർത്ഥിയാകും. ചുവരെഴുതി പ്രചാരണത്തിന് തുടക്കമിട്ടു ശ്രീലേഖ. സാധ്യതയുള്ള മണ്ഡലങ്ങളിൽ പ്രചാരണം തുടങ്ങാൻ പാർട്ടി നേരത്തെ അനുമതി നൽകിയതിനാൽ പ്രമുഖ നേതാക്കളെല്ലാം കളത്തിലിറങ്ങിക്കഴിഞ്ഞു. വട്ടിയൂർക്കാവിൽ കെ. മുരളീധരനെതിരെ സഹോദരി പത്മജയെ മത്സരിപ്പിക്കാനായിരുന്നു ബി.ജെ.പിയുടെ ആദ്യ ശ്രമം. എന്നാൽ തൃശൂരിലേക്കാണ് പത്മജയെ ഇപ്പോൾ പരിഗണിക്കുന്നത്. കൂടാതെ ബി.ജെ.പി. നേതാവ് പത്മജ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിത്വം ഉറപ്പിച്ചെന്ന് സൂചനകൾ നൽകി സോഷ്യൽ മീഡിയയിൽ ഫോട്ടോഷൂട്ട് വീഡിയോയും പങ്കുവച്ചതും രാഷ്ട്രീയ വൃത്തങ്ങളിൽ വലിയ ചർച്ചയായിരിക്കുകയാണ്. സ്വന്തം ഔദ്യോഗിക സോഷ്യൽ മീഡിയ അക്കൗണ്ടിലൂടെയാണ് പത്മജ വീഡിയോ പങ്കുവച്ചത്. നമുക്കൊരുമിച്ച് തുടങ്ങാമെന്ന ക്യാപ്ഷനോടെയാണ് വീഡിയോ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. പ്രത്യേകിച്ച് തൃശൂർ മണ്ഡലത്തിൽ നിന്ന് തന്നെ ജനവിധി തേടാനാണ് പത്മജ തയ്യാറെടുക്കുന്നത് എന്നാണ് ബി.ജെ.പി. വൃത്തങ്ങളിൽ നിന്നുള്ള സൂചന. എന്നാൽ സ്ഥാനാർത്ഥിത്വത്തെക്കുറിച്ചുള്ള അഭ്യൂഹങ്ങൾ പത്മജ ഇതുവരെ നിഷേധിച്ചിട്ടില്ല എന്നതാണ് ശ്രദ്ധേയമായ കാര്യം. കഴിഞ്ഞ കുറച്ചാഴ്ചകൾക്ക് മുൻപ് തൃശൂരിൽ ബി.ജെ.പിക്കായി ചുവരെഴുത്ത് നടക്കുന്നതിലും പത്മജ സജീവമായി പങ്കെടുത്തിരുന്നു. ഇത് തൃശൂരിലെ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ പത്മജ കൂടുതൽ സജീവമാകുന്നതിന്റെ സൂചനയാണ് വിലയിരുത്തപ്പെട്ടത്. ശോഭ പാലക്കാട്ട് സ്ഥാനാർത്ഥിയാകുമെന്നാണ് റിപ്പോർട്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടുകൊണ്ട് ബി.ജെ.പി. എൻ.ഡി.എ സഖ്യം സംസ്ഥാനത്തുടനീളം തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഔദ്യോഗികമായി തുടക്കമിട്ടു. മാറ്റം തുടങ്ങാമെന്ന ശക്തമായ മുദ്രാവാക്യത്തോടെയാണ് പ്രചാരണ ക്യാമ്പയിൻ സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയാക്കുന്നത്. കഴിഞ്ഞ 10 വർഷത്തെ ഇടതുഭരണത്തിനെതിരായ വിമർശനങ്ങളാണ് ബി.ജെ.പി. എൻ.ഡി.എയുടെ പ്രചാരണത്തിന്റെ കേന്ദ്രബിന്ദു. പ്രത്യേകിച്ച് ശബരിമലയുമായി ബന്ധപ്പെട്ട സ്വർണ്ണക്കൊള്ള ആരോപണവും വിവിധ വികസന പദ്ധതികളിലെ വൈകിപ്പും ഭരണപരമായ പാളിച്ചകളും ശക്തമായി ഉയർത്തിക്കാട്ടാനാണ് തീരുമാനം. 140 നിയമസഭാ മണ്ഡലങ്ങളിലെയും എം.എൽ.എമാരുടെ പ്രവർത്തന വീഴ്ചകളെ ചൂണ്ടിക്കാട്ടി മണ്ഡലം കേന്ദ്രീകരിച്ചുള്ള സമരങ്ങളും ക്യാമ്പയിനുകളും ശക്തമാക്കും. മതിയായി ഈ എം.എൽ.എ, മാറ്റം തുടങ്ങാം, മതിയായി ശബരിമല കൊള്ളക്കാരെ, മാറാത്തത് മാറും, ഇനി കേരളം വളരും തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ പ്രചാരണ ബോർഡുകളിലും പോസ്റ്ററുകളിലും വ്യാപകമായി പ്രത്യക്ഷപ്പെടുന്നുണ്ട്. ഓരോ നിയോജക മണ്ഡലത്തിലും നിലവിലെ ജനപ്രതിനിധികളുടെ പ്രവർത്തനം വിലയിരുത്തുന്ന ഡേറ്റ അടിസ്ഥാനമാക്കിയ പ്രചാരണ രീതി സ്വീകരിക്കാനാണ് എൻ.ഡി.എയുടെ തീരുമാനം. കേന്ദ്ര സംസ്ഥാന സഹകരണത്തിലൂടെയാണ് കേരളത്തിന്റെ വികസനം വേഗത്തിലാക്കാനാകുക എന്ന സന്ദേശമാണ് എൻ.ഡി.എ ഉയർത്തുന്നത്. മാറ്റം തുടങ്ങാമെന്ന മുദ്രാവാക്യം ഭരണവ്യവസ്ഥയിൽ സമഗ്ര മാറ്റം വേണമെന്ന സന്ദേശം നൽകുന്നതാണെന്ന് നേതാക്കൾ വ്യക്തമാക്കുന്നു. സംസ്ഥാനത്ത് ഇത്തവണ കുറഞ്ഞത് 30 സീറ്റെങ്കിലും നേടുക എന്നതാണ് ബി.ജെ.പിയുടെ ലക്ഷ്യം. അതിനായി വികസനവും ദേശീയ നേതൃത്വത്തിന്റെ സ്വാധീനവും മുൻനിർത്തിയാണ് പാർട്ടി പ്രചാരണം ശക്തമാക്കുന്നത്. പ്രധാനമന്ത്രിയുടെ സന്ദർശനം തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങൾക്ക് ഉത്സാഹം പകരുമെന്നാണ് പാർട്ടി നേതൃത്വം കരുതുന്നത്. 2026 തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് സംസ്ഥാനത്തെ ക്രൈസ്തവ വോട്ടർമാരെ ലക്ഷ്യമിട്ട് ബി.ജെ.പി. കൂടുതൽ സൂക്ഷ്മവും നേരിട്ടുള്ളതുമായ രാഷ്ട്രീയ സമീപനമാണ് സ്വീകരിക്കുന്നത്. വലിയ പൊതുയോഗങ്ങളെക്കാൾ കൂടുതൽ ജനങ്ങളുമായി നേരിട്ടുള്ള ബന്ധം സ്ഥാപിക്കുന്നതാണ് പുതിയ തന്ത്രത്തിന്റെ കേന്ദ്രബിന്ദു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.